തിരുവനന്തപുരം ജില്ലയിൽ വളരെ ശക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അറിയാം, നേമത്ത് വിജയിച്ചു, കഴക്കൂട്ടത്ത് വിജയിച്ചു. തിരുവനന്തപുരം ജില്ലയുടെ മറ്റു ഭാഗങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ്റിങ്ങലിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് ബി.ജെ.പി കുറേ കൂടി ഗൗരവത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിരുവനന്തപുരം അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിലേക്കും ചില അപ്രതീക്ഷിതമായുള്ള വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേയേറെ കേന്ദ്രങ്ങളിൽ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം എങ്ങനെയായിരിക്കും? ഇതുപോലുള്ള, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം രാഷ്ട്രീയ പ്രതിയോഗികൾ എല്ലാ ആയുധവും എടുത്ത് പ്രയോഗിക്കും. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്? ഇപ്പോൾ നമ്മളെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വളരെ ആവേശകരമായിട്ടുള്ള റിസൾട്ടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് 3 MLA-മാർ വന്നു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും പിടിച്ചു. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നു. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ വലിയൊരു ലക്ഷ്യം ബി.ജെ.പിക്കുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് വലിയ ലക്ഷ്യമുണ്ട്. നമുക്കറിയാമല്ലോ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് നമുക്ക് 2014-ലും 2024-ലൊക്കെ ചെറിയ മാർജിനിലാണ് ഞങ്ങൾക്ക് കിട്ടാതെ പോയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2024 ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട MLA മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻജി പരാജയപ്പെട്ടതും ചെറിയ വോട്ടിനാണ്. സ്വാഭാവികമായും തിരുവനന്തപുരത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും 2029 ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിലും 1-ാം സ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം ജയിച്ചു, കഴക്കൂട്ടം ജയിച്ചു. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ശക്തമായ മുന്നേറ്റം, 18ാമത്തെ റൗണ്ട് വരെ ഞങ്ങൾ ലീഡ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. 19ാമത്തെ റൗണ്ടിലാണ് ചില സാമുദായിക സാഹചര്യങ്ങൾ മനസ്സിച്ച് അവിടെ ഞങ്ങൾ പിന്നോട്ട് പോയിട്ട് വന്നത്. തിരുവനന്തപുരം നിയോജക മണ്ഡലം നമുക്ക് നഷ്ടപ്പെടാം. അന്നത്തെ കുറവുകളും അന്നത്തെ വെല്ലുവിളികളും ഒക്കെ തന്നെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങളാകെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ബി.ജെ.പി പ്രവർത്തകരെയും എല്ലാം സജ്ജമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് സംഘടനാപരമായ അടിസ്ഥാനപരമായിട്ടുള്ള സംവിധാനങ്ങൾ, ബൂത്ത് തല സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി ഞങ്ങൾ ഈ 1-2 മാസത്തിനകത്ത് തന്നെ ബൂത്ത് കമ്മിറ്റികൾ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് സംഘടനാ മിഷണറി ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പ്രവർത്തകർ സജ്ജരായി കഴിഞ്ഞു.